പ്രിയ പ്രേക്ഷകരെ, എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തത് ഭാഗ്യവാന്മാരുടെ ലക്ഷണത്തെ പറ്റിയാണ്. ഇപ്രാവശ്യം പറയാൻ പോകുന്നത് ബുദ്ധിമാന്മാരുടെ ലക്ഷണത്തെ പറ്റിയാണ്. അതിൻ്റെ ഇടയ്ക്ക് 1-2 മാസമായി വീഡിയോ ഇടാൻ സാധിക്കാത്തത് കണ്ണിന് തിമിര ശസ്ത്രക്രിയ ചെയ്തതുകൊണ്ട് വീഡിയോ ഇടാൻ സാധിച്ചില്ല. പക്ഷെ പല വീഡിയോയും ഞാൻ കാണാറുണ്ട്, പലരുടെയും വീഡിയോ കാണാറുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വ്യാഴം ഇടവത്തിൽ നിന്ന് മിഥുനത്തിലേക്ക് മാറി, ശനി കുംഭത്തിൽ നിന്ന് മീനത്തിലേക്ക് മാറി, രാഹു മീനത്തിൽ നിന്ന് കുംഭത്തിലേക്ക്, രാഹുകേതുക്കൾ തിരിച്ചായിരിക്കുക, കേതു കന്നിയിൽ നിന്നും ചിങ്ങത്തിലേക്ക്. ഇത് പ്രധാന ഗ്രഹങ്ങളാണ്. ഇതെല്ലാം വ്യാഴം 1 കൊല്ലം കൊണ്ടാണ് ഒരു രാശിയിൽ നിന്ന് മാറും, ശനി 2.5 കൊല്ലം കൊണ്ടാണ് ഒരു ശനിയിൽ നിന്ന് മാറും, രാഹുകേതുക്കൾ 1.5 കൊല്ലം. അതുകൊണ്ട് ഈ രാശിയിലുള്ള ആളുകൾ ഇവരതാണ് ആദ്യമായിട്ട് ഈ പല ചാനലുകാരും പറഞ്ഞത്. 2-3 ചാനൽ കണ്ടു നോക്കുമ്പോൾ ഒരു ചാനലുകാരും പറഞ്ഞ് 18 നക്ഷത്രക്കാർക്ക് കോടീശ്വര യോഗ. അതായത് 27 നക്ഷത്രത്തിനകത്ത് 3-2 ഭാഗം ആൾക്ക്. ഇതെല്ലാം എൻ്റെ പ്രേക്ഷകരെ നിങ്ങൾ വിശ്വസിക്കുക. കാരണം നിങ്ങൾ യുക്തിക്ക് നിരക്കുന്നത് മാത്രമേ നിങ്ങൾ വിശ്വസിക്കാവൂ. യുക്തിക്ക് നിരക്കാത്തത് ആര് പറഞ്ഞാലും വിശ്വസിക്കുക. യുക്തിക്ക് നിരക്കുന്നത് കുട്ടി പറഞ്ഞാൽ സ്വീകരിക്കണം, യുക്തിക്ക് നിരക്കാത്തത് ബ്രഹ്മാവ് പറഞ്ഞാൽ തള്ളിക്കിടന്ന. ഇതെല്ലാം വെറുതെ ആളുകൾ പറഞ്ഞിതാ എന്താ ഇതിനെ പറയാ, പറഞ്ഞു ഫലിപ്പിക്കുന്ന ആര്. ഇത്രക്കാലം ഇന്നത്തെ ഈ ഗ്രഹമാറ്റം കൊണ്ട് ഏറ്റവും അധികം ഗുണം കിട്ടുന്ന ആള് എന്ന് പറഞ്ഞാൽ തുലാൻ രാശിക്കാരാ. ചിത്രയിൽ പതിയും ചോദ്യവും വിഷാദത്തിലും മുക്കാലും വരുന്ന തുലാക്കൂറുകാർക്കാണ് ഈ ഗ്രഹമാറ്റം കൊണ്ട് ഏറ്റവും അധികം ഗുണം കിട്ടുന്നത്. അത് അവർക്ക് ശനി 6-ൽ, വ്യാഴം 9-ൽ ഇപ്പം വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ്. അപ്പം രാഹു 5-ലും കേതു 11-ലും. രണ്ടാമത് ഗുണം കിട്ടുന്ന രാശിക്കാർ ഇടവൻ രാശിക്കാരാണ്. കാർത്തിക മുക്കാലും രോഹിണിയും മകേരത്തിൽ അരയും വരുന്ന ഈ നക്ഷത്രക്കാർക്കാണ് രണ്ടാമത് കുറച്ചും ഗുണം കിട്ടുന്നത്. അവർക്ക് ശനി 11-ലും വ്യാഴം 2-ലും നിൽക്കുന്നുണ്ട്. അവർക്ക് കേതു 4-ലാണ്, ഗുണം പോരാ. എന്നാലും മോശമില്ലാത്തൊരു രാശിക്കാരാണ് ഇവർക്ക്. മറ്റത് പറയുന്നത് വെച്ചാൽ എല്ലാവർക്കും ഗുണദോഷാമിത്രമുള്ളൂ. അതായത് ചിങ്ങൻ രാശിക്കാർക്ക് 11-ൽ വ്യാഴം വരുന്നെങ്കിലും അവർക്ക് അഷ്ടമത്തി ശനിയാണ്. അതുപോലെ തന്നെ ധനുരാശിക്കാർക്ക് 7-ൽ വ്യാഴം വരുന്നെങ്കിലും കണ്ടക ശനിയാണ് 4-ൽ. പിന്നെ കുംഭൻ രാശിക്കാർക്ക് 7 ശനി ഉണ്ടെങ്കിൽ കൂടി ജന്മശനി മാറിയുകൊണ്ട് രാഹു ലഗ്നത്തിലേക്ക് വന്ന് വ്യാഴം 5-ലുമാണ്. അപ്പോൾ ലഗ്നത്തിൽ നിൽക്കുന്ന രാഹുവിന് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുള്ളതുകൊണ്ട് കഴിഞ്ഞ വർഷത്തേക്കാണ് കൂടുതൽ ഗുണം കിട്ടും, കൂടുതൽ മെച്ചം കിട്ടുന്നത്. ബാക്കിയെല്ലാം വെറുതെ പറഞ്ഞ ആളുകളെ ഫലിപ്പിക്കുന്നത് മാത്രമാണ്. അതുകൊണ്ട് എൻ്റെ പ്രേക്ഷകരോട് ഞാൻ പറയാനുള്ളത്, നിങ്ങൾക്ക് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് മാത്രം വിശ്വസിക്കുക. എല്ലാത്തിനും ഈ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ 100% ശരിയല്ല. 100% ഞാൻ വിശ്വസിക്കില്ല. എന്നാൽ കുറച്ചെങ്കിലും ശരി ഉണ്ടെന്നാലും. കാരണം ഞാൻ പല ജാതകങ്ങളും കണ്ടിട്ടുണ്ട്. ജാതകങ്ങൾ കണ്ടിട്ട് 7-ൽ ചൊവ്വ 8-ൽ ചൊവ്വയിലിട്ട് കല്യാണം കഴിക്കാത്ത കുട്ടികൾ ഞാൻ ധൈര്യം കൊടുത്തു, നിങ്ങൾ കഴിച്ചോളി, എന്നെ കൊണ്ടൊരു ധാരാറുമില്ല. എല്ലാം 10 രൂപ അങ്ങനത്തെ കുറേ കല്യാണം ചൊവ്വാദോഷമുണ്ട് പെൺകുട്ടികളുടെ കഴിച്ചിട്ട് ഇതുവരെ ധാരാളം പറ്റിയിട്ടില്ല. ചൊവ്വാദോഷം മറ്റേ പെൺകുട്ടികളുടെ കല്യാണം മുടക്കുക, ഇതൊന്നും ശരിയുള്ളതല്ല. കാരണം എൻ്റെ രേഖാശാസ്ത്രവും പിന്നെ ജ്യോതിഷവും ലക്ഷണശാസ്ത്രവും എല്ലാം പഠിച്ചു കൊടുത്തിട്ട് ഞാൻ ചൊവ്വാദോഷമുണ്ട് ആരെയും ഞങ്ങളൊക്കെ മൃത്യുദൃഷ്ടിയുള്ള ചില ആളുകൾ, അതിൽ ലക്ഷക്കണക്കിന് ഇത്രക്കാരുണ്ടാവും. അവർക്ക് കണ്ണ് എന്ന് നോക്കിയാൽ അറിയാം, മൃത്യുദൃഷ്ടിയുണ്ട് അവർക്ക്. നല്ല വെളുത്തി ചുവപ്പുള്ള ശരീരമായിരിക്കും. വെളുപ്പും ചുവപ്പില്ലാത്ത ചുവപ്പിന് പ്രാധാന്യമായിരിക്കും. അത് ഭഗവതി എന്നാണ് പറയുന്നത്. അത്രക്കാരെ കണ്ടിന് അവരുടെ കാര്യം അന്വേഷിച്ച് നോക്കുമ്പോൾ അവർക്കുള്ള ഭർത്താക്കന്മാരെല്ലാം മരിച്ചുപോയി, 1-2 കല്യാണം കഴിച്ച് അവരെല്ലാം മരിച്ചുപോയി. അതുപോലത്തെ അല്ലാണ്ട് ഈ ചൊവ്വാദോഷമുള്ള പെൺകുട്ടികളൊന്നും ഇതുവരെ അങ്ങനത്തെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് പെൺകുട്ടികളുടെ കല്യാണത്തിൽ ചൊവ്വാദോഷം അല്ല എല്ലാം പറഞ്ഞ് ഞാൻ മുടക്കാറില്ല, ഞാൻ ആ ധൈര്യം കൊടുക്കുകയായി. ജ്യോതിഷത്തിന് വിശ്വസിക്കണം. കുറേയൊക്കെ ഇല്ലാത്ത അല്ല ഉണ്ട്,
പക്ഷെങ്കിൽ ഒന്ന് രണ്ട് ജാതകം ഞാൻ നോക്കിയതിൽ ഒരു ജാതകം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരാളുടെ ജാതകം ഇതാണിത്. ഈ ജാതകം ശരിക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഇതിൽ 3 മഹായോഗങ്ങൾ ഇതിനകത്തുണ്ട്. പഞ്ചമഹായോഗങ്ങളിൽ 3 മഹായോഗം ഇവർക്കുണ്ട്. പഞ്ചമഹായോഗങ്ങളിൽ ആദ്യത്തേത് പറഞ്ഞെങ്കിൽ ചൊവ്വയാണ്, രുചക മഹായോഗം. ലഗ്ന 4, 7, 10 ഉച്ചത്തിലോ സ്വക്ഷത്തിലോ നിൽക്കുന്ന ചൊവ്വ രുചക മഹായോഗം പ്രദാനം ചെയ്യുന്നത്. പിന്നെ ബുധൻ ലഗ്നത്തിലോ 4, 7, 10 കേന്ദ്രസ്ഥാനത്തോ ബുധൻ, അത് കന്നിരാശിയിൽ വരണം. അതിൻ്റെ സ്വക്ഷത്തിലും പിന്നെ ഉച്ചയെല്ലാം കന്നി തന്നെയാണ് ബുധന്. അതുപോലെ തന്നെ വ്യാഴം ലഗ്നാൽ കേന്ദ്രഭാവങ്ങളിൽ വന്നാൽ 4 വ്യാഴം അങ്ങനെ 7, 10 ഇതിലൊക്കെ വന്നു കഴിഞ്ഞാൽ കർക്കിടക രാശിയിൽ നിൽക്കുന്ന ഇതോ കർക്കിടക രാശിയാണ് അതിൻ്റെ ഉച്ചം. കർക്കിടക രാശിയിൽ നിൽക്കുന്നെങ്കിൽ ഹംസമഹായോഗം. പിന്നെ ധനുമീനം രാശികളിൽ നിന്നാലും ഈ ലഗ്നാൽ കേന്ദ്രഭാവങ്ങളിൽ നിന്നാൽ ഹംസമഹായോഗമുണ്ട്. അതുപോലെ തന്നെ ശുക്രൻ ലഗ്നാൽ കേന്ദ്ര ഭാവങ്ങളിൽ നിന്നാൽ നക്ഷത്രനോ ഉച്ചസ്ഥനോ ആയ ശുക്രൻ നിൽക്കുകയാണെങ്കിൽ അവർക്ക് മാളവ്യ മഹായോഗം പ്രദാനം ചെയ്യുന്നു. അതുപോലെ തന്നെ ശനി ഉച്ചസ്ഥനോ നക്ഷത്രപരമായ ശനി ലഗ്നാൽ കേന്ദ്രഭാവങ്ങളിൽ നിന്നാൽ ഇവർക്ക് ശശമഹായോഗം പ്രദാനം ചെയ്യുന്നു. അതുപോലെ ഒരു മഹായോഗങ്ങളുടെ ആള് കോടീശ്വരനും 2 മഹായോഗം ഒരു ജാതകത്തിലുള്ള ആള് പിന്നെ അത്യധികം ധനികനും, പിന്നെ 3 മഹായോഗം ഒരു ജാതകത്തിൽ കാണുക രാജാവും, 4 മഹായോഗങ്ങൾ ജാതകത്തിൽ രാജപ്രധാനനും, 5 മഹായോഗങ്ങൾ ജാതകത്തിൽ കണ്ടാൽ കീർത്തിമാനായ ചക്രവർത്തി എന്നാണ് ജ്യോതിഷം പറയുന്നത്. ഞാനിപ്പം നിങ്ങൾക്ക് കാണിച്ച ജാതകത്തിൽ 3 മഹായോഗങ്ങൾ വെച്ചാൽ ഹംസമഹായോഗം, കാരണം വ്യാഴം കർക്കിടത്തിലാണ് നിൽക്കുന്നത് ഉച്ചത്തിൽ. അതുപോലെ തന്നെ ശുക്രൻ സ്വക്ഷേത്രപരമായിട്ട് തുലാൻ രാശിയിൽ നിൽക്കുന്നത്, അപ്പോൾ അവിടെ മാളവ്യ മഹായോഗം. അതുപോലെ തന്നെ ശനി ഉച്ചസ്ഥനായിട്ട് തുലാൻ രാശിയിൽ നിൽക്കുന്നത്, അവിടെ ശശമഹായോഗം. ഈ യോഗമുള്ള ആൾ രാജാവാണിത്. പക്ഷേ ആൾ രാജാവായിട്ടില്ല, വലിയൊരു ധനികനുമല്ല. കൂലിപ്പണിക്കിടക്കം പോയി ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ നിങ്ങൾക്ക് ഇപ്പം കാണിച്ച ജാതകത്തിൽ സൂര്യനും ബുധനും 9ാം ഭാവത്തിൽ നിൽക്കുന്ന നിപുണയോഗം പ്രദാനം ചെയ്യുന്നു. ഇത്രയും നല്ലൊരു ജാതകത്തിൽ ഇയാൾ ഇന്നും വലിയ പണക്കാരനൊന്നല്ല. ഇപ്പം അയാളുടെ മകൻ കുറച്ച് പണമൊക്കെ ഉണ്ടാക്കിയെന്നല്ലാണ്ട് അയാൾ രാജാവോ അങ്ങനത്തെ ഒന്നുമില്ല. അയാൾ കൂലിപ്പണിയെടുക്കുന്ന ഞാൻ കണ്ടത്. ഇതാണ് എനിക്ക് ജ്യോതിഷത്തിൻ്റെ വിശ്വാസങ്ങൾ. പല ജ്യോതിഷന്മാരുമായിട്ട് ഞാൻ ഈ ജാതകത്തെ പറ്റി ഡിസ്കസ് ചെയ്തപ്പോൾ അറിഞ്ഞ് രാജകുടുംബത്തിൽപ്പെട്ടൊരിക്കാൻ രാജാവാൻ പറ്റില്ല. എൻ്റെ ജാതകത്തിൽ തെറ്റുന്ന കാര്യം. അതുമാത്രമല്ല, ജാതകം തെറ്റാന്ന് പറയാനല്ല, ശരി ഇതിൽ തന്നെ ശരിയുണ്ട്. ഇപ്പോൾ ഇയാൾക്ക് ബുധദശയാണ്. ബുധദശയിൽ അയാൾ ആദ്യത്തിൻ്റെ കൂടെ രാഹുവിൻ്റെ കൂടിയാണ് ബുധൻ നിൽക്കുന്നത്. കേതുവിൻ്റെ ദൃഷ്ടി. അയാളിപ്പം രോഗബാധിതനായിട്ട് കിടത്തത്തിലാണ്. അപ്പം അത് ശരിയാണ്. തെറ്റായൊരു രീതി ജാതകത്തിൽ ഏറ്റവും നല്ലത് വരുന്നില്ല. മോശം കാര്യം എന്തെങ്കിലും ജാതകത്തിൽ ശരിക്കും വരുന്നത്. എന്താണ് ഇതിൻ്റെ കാരണം വരുന്നില്ല. പല ജ്യോതിഷന്മാരോട് ചോദിച്ചു നോക്കുമ്പോൾ ഒന്നൊരു ഇത് കാണുന്നില്ല. അതുകൊണ്ട് എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് 100% ജാതകത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. കുറച്ചെങ്കിലും ഇല്ലാത്തതല്ല, ഉണ്ട്. ജ്യോതിഷം ഇല്ലാത്തതൊന്നല്ല. പക്ഷേ ഈ കോടീശ്വര യോഗം എന്നെല്ലാം പറഞ്ഞിട്ട് ആളുകളെ പറ്റിക്കട്ടെ ആവശ്യമില്ല. ഞാൻ എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിസമ്പന്ന യോഗം ഈ 2-3 രാശിക്കാർക്ക്, ഞാനിപ്പോൾ ഈ പറഞ്ഞ തുലാൻ രാശിക്കാർക്കും ഇടവൻ രാശിക്കാർക്കും കുംഭൻ രാശിക്കാർക്കെല്ലാം കുറച്ചും ഗുണം കിട്ടുന്നത്. മറ്റാരും കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. സത്യം പറയണം, പ്രിയം പറയണം. പ്രിയമാണെങ്കിൽ അസത്യം പറയണം, സത്യമാണെങ്കിൽ അപ്രിയം പറയണം. ഇതാ ഗുരു പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളെ വിഷയം അതല്ല. ഇനിയിപ്പോൾ നമുക്ക് പറയേണ്ടത്, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ബുദ്ധിമാൻ്റെ കാര്യത്തെ പറ്റിയാണ്. ബുദ്ധിമാൻ്റെ ലക്ഷണം എന്താണ്? കോടാംഗി ശാസ്ത്രമാണ് പറയുന്നത്. വേദകാലഘട്ടങ്ങളിൽ ജീവിച്ച ഒരു മഹർഷിയാണ് കോടാംഗി മഹർഷി. സമുദ്രിക ലക്ഷണം സമുദ്ര മഹർഷി എന്നല്ല അയാളുടെ പേരുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ ഭാഗത്തിലേക്കാണ് ഇനി കിടക്കുന്നത്.
ഇനിയിപ്പോൾ അതിൻ്റെ ലക്ഷണം എന്താണെന്ന് നോക്കുക. സാമാന്യം വലുതായുള്ള ശിരസിണ്ടെങ്കിൽ ആ നരൻ ദീർഘായുസ ബുദ്ധി ശക്തിയാൽ വിലസുന്നവൻ. നല്ല വലിയ തല, ഇത്തരം ആളുകൾക്ക് ദീർഘായുസ് ഉണ്ടാകും, ബുദ്ധിശക്തി ഉണ്ടാവും. ഇത് ഒരു മണിച്ചിത്രത്തായി തിലകം പറയുന്നത് ഉണ്ട് മോഹൻലാലിനെ കൊണ്ട്. ഇയാൾ തിരിഞ്ഞോ, ഇയാൾ 10 തലയാണ്, തനി രാവണനാണ്. അപ്പോൾ രാവണന്റെ തല വെച്ചാൽ 10 തല എന്ന് പറഞ്ഞാൽ അത്രയും വലിയ തല, അത്രയും ബുദ്ധിമാനാണ് രാവണൻ. രാവണന്റെ അതുപോലെ വലിയ തല. പക്ഷേ ഇത് പെണ്ണുങ്ങൾക്ക് പറ്റൂല കേട്ടോ, പുരുഷന്മാർക്ക് മാത്രമാണ്. പെണ്ണുങ്ങൾക്ക് ചെറിയ തലയും ചെറിയ നെറ്റിയല്ലാണ്ട്, പുരുഷന്മാർക്ക് വലിയ തലയും വലിയ നെറ്റിയും അവർ ഏറ്റവും ബുദ്ധിമാന്മാരാണ്. അത് അശ്വമേധം എന്ന പ്രോഗ്രാമിലെ ഗ്രാൻഡ് മാസ്റ്റർ GS പ്രദീപ് എൻ്റെ തല നോക്കിയാൽ മതി. അതുപോലെ ഉരുണ്ട തലയായിരിക്കും. നീണ്ട തലക്ക് ആ ബുദ്ധി പറയുന്നില്ല. നല്ല ഉരുണ്ട തല, വലിപ്പമുള്ള, ഇവർക്ക് ഏറ്റവും ബുദ്ധിശക്തി ഉള്ളവരാണ് ഇത്തരം തലയുള്ള ആൾ കണ്ടാൽ. പിന്നെ ചില ആളുകൾക്കുണ്ട് തലപാതിക്ക് മേലോട്ട് വളരെ വലുതാകിലോ, ജനമുണ്ടെങ്കിലും നിത്യ ദുരിതം വന്നു ചേരണം, തല പകുതിക്കുന്നങ്ങോട്ട് വലുതായി ഉണ്ട്. അത് ശരിയല്ല, അത് ബുദ്ധിമാന്മാരുടെ ലക്ഷണമല്ല. ബുദ്ധിമാന്മാരുടെ ലക്ഷണം വീണ്ടും നല്ല തല, വലിപ്പമുള്ള തല, ഇവർക്ക് നല്ല ബുദ്ധിശക്തി ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെ പറ്റി പറയുന്നതെങ്കിൽ എല്ലാവർക്കും ഉള്ള ലക്ഷണം അടിയഞ്ചര നീളത്തിൽ കരുത്തുറ്റ കളേഭരം, ഉന്നതാനവും നീല ചവിയാളുന്ന കൂന്തലും, നീളവും വീതിയും കൂടി ഭംഗി തങ്കുന്ന പാലവും, രോമം തിങ്ങി വളഞ്ഞൽപ്പം നീലമേലുന്ന ബ്രൂക്കളും. അപ്പോൾ രോമം നല്ല അറിയിട്ട് അത് പുരികത്തിന് നല്ല കറുപ്പുള്ളതും ഒത്ത വളവുള്ളൂ, ഇതൊക്കെ ബുദ്ധിമാന്മാരുടെ ലക്ഷണമാണ്. അതുപോലെ മുഖശ്രീ വളരും വണ്ണം, പിടയ്ക്കും നയനങ്ങളും, പരന്ന മിനുസപ്പെട്ട ഗണ്ഡം ഭംഗിയും ചെവി, ഇതൊക്കെ ഈ ലക്ഷണങ്ങൾ കണ്ടാലും ഇവർക്കെല്ലാം ബുദ്ധിമാന്മാരായിരുന്നു ശരിക്ക് മനസ്സിലാക്കുക. പരന്ന ചെറുദന്തങ്ങൾ, ചുവപ്പേറിയ ചുണ്ടിന, ഉറച്ച ഗളവും തോളും, പരപ്പേറിയ മാറിടം, ഈ ലക്ഷണങ്ങൾ ബുദ്ധിമാന്മാരായിരിക്കും. ഇളങ്ങും ചുവപ്പ് തങ്കുന്ന കൊച്ചു കൊച്ചു നഖങ്ങളാൽ ശോഭിക്കും വിരലും നീണ്ട പാണിയും പാദയുഗ്മവും, മുഴങ്ങും ശബ്ദമാലസ്യം തീണ്ടിടാത്ത നടത്തിയും ബുദ്ധി കൗശലമേറുന്ന മാനവന്തന്റെ ലക്ഷണം. മഹർഷി പറയുന്ന ഒരു അടയാളങ്ങൾ പറഞ്ഞു തരുന്നതാണ്. മുഴങ്ങും ശബ്ദമാലസ്യ, ഒരു സഹസിൽ നല്ല ഉയർന്ന ശബ്ദമുള്ള ആള്. ആലസ്യം നീണ്ടിടാത്ത നടത്തി, ആലസ്യം ഉണ്ടാവില്ല, എല്ലാ കാര്യത്തിലും മുൻപന്തിൽ നിന്ന് കഴിക്കുന്ന ബുദ്ധി കൗശലമേറുന്ന മാനവന്തന്റെ ലക്ഷണം. ഇനി ബുദ്ധി എന്ന് പറഞ്ഞാൽ 5 ശക്തികളിൽ ഒരു ശക്തിയാണ് മനുഷ്യന്റെ മുന്നോട്ട് നയിക്കുന്ന. 5 ശക്തികളാണ് ഒരു വ്യക്തിയെ മുന്നോട്ട് നയിക്കുന്നത്. അത് ഒന്നാമത്തെ ശക്തി ആത്മശക്തി. എനിക്ക് എന്തും നേടുവാനുള്ള സാധിക്കും എന്നുള്ളൊരു ആത്മശക്തി ഉള്ളവന് മാത്രം മുന്നോട്ട് പോകാൻ സാധിക്കും. ഏത് സ്ഥലത്തായാലും എവിടെ ചെന്നാലും ആ ആത്മവിശ്വാസം എപ്പോഴും ഒരു മനുഷ്യനാണ്. രണ്ടാമത്തെ ശക്തിയാണ് ബുദ്ധിശക്തി. ബുദ്ധിശക്തിയാണ് മനുഷ്യനെ എല്ലാറ്റിനും ഉന്നതിയിലെത്തിക്കുന്നത്. മൂന്നാമത്തെ ശക്തി എന്ന് പറഞ്ഞത് ഓർമ്മശക്തിയാണ്. ഒരു പരീക്ഷ ആളിലെത്തിയാൽ ഓർമ്മ കിട്ടണം, അതാണ് ആ പരീക്ഷ എഴുതാൻ പറ്റും. പിന്നെ ചിന്താശക്തിയാണ് നാലാമത്തെ ശക്തി എന്ത് ഭൂമികളിലേക്ക് ആകർഷണ ശക്തി എന്നുള്ളത് ഈ ഫലം താഴോട്ട് വീണ ഐസക് ന്യൂട്ടൻ കണ്ടുപിടിച്ചത്. അപ്പോൾ ഐസക് ന്യൂട്ടൻ എന്തുകൊണ്ട് ഒരു ആപ്പിൾ താഴോട്ട് വീണ്, അവർ ചിന്താശക്തിയാണ്. മനുഷ്യൻ എന്തിനും ചിന്തിച്ചു നോക്കണം. പിന്നെ 5ാം ശക്തി സ്നേഹശക്തി, എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവരും ഒരുപോലെ കാണുന്ന ആളാണ്. ഈ 5 ശക്തികളാണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത്. ഇനി ഒരു വ്യക്തിയെ ഉന്നത സ്ഥാനത്തിൽ എത്തിക്കുന്നത് ഈ 5 ശക്തി, അത്യുന്നത സ്ഥാനങ്ങളിൽ എത്തിക്കുന്ന 5 ബലവും കൂടി വേണം. അത്യുന്നത സ്ഥാനങ്ങളിൽ ഒരു കളക്ടർ പഠിച്ചിട്ട് IAS കിട്ടിയിട്ട് കാര്യമില്ല, അത് കളക്ടറായിട്ട് നിയമിക്കട്ടെ. അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറി, അതുപോലെ തന്നെ ജഡ്ജിമാർ, ഹൈക്കോടതി സുപ്രീം കോടതി ജഡ്ജിമാർ, ഇവരെല്ലാം ആണ്ടിക്കൽ പിന്നെ 5 ബലവും കൂടി, ഈ 5 ശക്തി മാത്രം പോരാ, 5 ബലവും കൂടി പിന്നിൽ നിന്ന് തളിച്ചിരുന്നാണ് ബലം. എന്നാൽ അത്യുന്നത സ്ഥാനങ്ങൾ എത്തും. അത് ഒന്നാമത്തേത് ശാരീരിക ബലം, നല്ല ആരോഗ്യമുള്ള ഒരാളായിരിക്കണം. പിന്നെ സാമ്പത്തിക ബലമാണ്, നല്ല സാമ്പത്തിക ആളുകൾക്ക് അതിനടി എത്തിപ്പെടുവാൻ സാധിക്കും. പിന്നെ രാജബലമാണ്, രാജാവിൻ്റെ സാഹചര്യം ഉന്നത സ്ഥാനത്ത്. ഇപ്പോൾ ഒരു കളക്ടറായിട്ട് നിൽക്കുന്നത്, ഇപ്പോൾ രാജാവിൻ്റെ സ്ഥാനത്ത് മുഖ്യമന്ത്രി,
അല്ലെങ്കിൽ പ്രധാനമന്ത്രി, ഇതുവരെയൊക്കെ നോക്കാം രാജാവിൻ്റെ സ്ഥാനത്ത്. ഓർക്ക് മാത്രം നിങ്ങൾ കളക്ടർ സ്ഥാനത്ത് എത്തിക്കണ്ടെങ്കിൽ IAS ഓടിച്ചതിനെ കൊണ്ട് കാര്യമില്ല. കളക്ടറായിട്ട് നിയമിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്, ആ മന്ത്രിസഭയാണ്. അതുപോലെ രാജബലം വേണം, പിന്നെ ബന്ധുബലം വേണം. ബന്ധുക്കൾ പ്രഗത്ഭന്മാരുണ്ടെങ്കിൽ ഇന്ന ആളുണ്ട്, അവരെ പിടിച്ചാൽ നമ്മളെ കാര്യം നടക്കും. തിരുവനന്തപുരത്ത് പിടിപാടിൻ്റെ നമ്മളെ കുടുംബത്തിൽപ്പെട്ട ആളുണ്ട്. ചില സിനിമകളിൽ ആളുണ്ട് തിരുവനന്തപുരത്ത് പിടിപാടിൻ്റെ നമ്മളെ കൂട്ടത്തിലുള്ള ആളുകൾ കഥ പറയുമ്പോൾ ഇന്ന പടത്തിൽ കാണില്ല. അതുപോലെ കുടുംബത്തിലുള്ള ആളുകൾക്ക് ഇങ്ങനെ രാഷ്ട്രീയമായിട്ടൊരു പിടിപാടില്ല. അതുപോലെ തന്നെ ബന്ധുബലം, ഭൃത്യബലം. അപ്പോൾ എന്തല്ല, ശാരീരിക ബലം, സാമ്പത്തിക ബലം, രാജബലം, ബന്ധുബലം, ഭൃത്യബലം. ഭൃത്യൻ്റെ സഹായമാണ്. അവിടെ ചെന്ന് നോക്ക്, അവിടെ ആൾ ഉണ്ടോ, ഞാൻ പറഞ്ഞ ആൾ അവിടെ ഉണ്ടോ ചെന്ന് നോക്ക്, ഒരാൾ പോവാണ്. നമ്മൾ പറഞ്ഞാൽ അനുസരിക്കുന്ന ഒരാളുമാണ്. ഈ 5 ബലവും 5 ശക്തിയും ഉള്ള ആളുകൾ മാത്രമേ അത്യുന്നത സ്ഥാനങ്ങളിലെത്തൂ. എല്ലാത്തിലും സ്ഥാനങ്ങളിലെത്തും. 5 ശക്തി തന്നെ ഒരു ചെറിയ ഉദ്യോഗങ്ങളും കാര്യങ്ങളും ഒക്കെ നേടുവാൻ സാധിക്കും. അപ്പോൾ ബുദ്ധിയാണ് ഏറ്റവും പ്രധാനമായിട്ട്. ആത്മശക്തി കഴിഞ്ഞാൽ ബുദ്ധിശക്തിയാണ് ഏറ്റവും. ബുദ്ധിശക്തിയുള്ളവർ മാത്രമേ ഏത് ഉന്നത സ്ഥാനത്ത് എത്തുവാൻ സാധിക്കൂ. അതുപോലെ ഈ 5 ശക്തികളും 5 ബലങ്ങളുടെ അത്യുന്നത സ്ഥാനങ്ങളിലേക്ക് എത്തുവാൻ സാധിക്കും. മറ്റുള്ള ബുദ്ധിക്ക് മറ്റു കാര്യങ്ങളിൽ പറയുകയാണെങ്കിൽ ബുദ്ധിക്ക് വേറൊരു മരുന്ന് പിടിച്ചാലൊന്നും ബുദ്ധി ഉണ്ടാവില്ല. പിന്നെ ബുദ്ധിനെ വികസിപ്പിക്കാൻ സാധിക്കും കുറച്ച് വലിയ ശിഷ്യന്മാരായിട്ടും ദൈവശക്തി കൊണ്ടും. ദൈവശക്തി കൊണ്ട് ആകുന്നത് ആര്യ എന്ന് വെച്ചാൽ പിന്നെ ദക്ഷിണാമൂർത്തിനെ പ്രാർത്ഥിക്കണം. ദക്ഷിണാമൂർത്തിയാണ് നമുക്ക് വിദ്യ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അത് തത്വരജോ തമോ ഗുണങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ജീവാത്മാവും പരമാത്മാവും. ഇതാണ് ചിന്മുദ്ര. ദക്ഷിണാമൂർത്തിയുടെ ചിന്മുദ്ര ഇതാ, തത്വഗുണം, തമോ ഗുണം, രജോ ഗുണം. ഇത് മാറ്റി നിർത്തിക്കൊണ്ട് ജീവാത്മാവ്, പരമാത്മാവ്. ഇവരാണ് ദക്ഷിണാമൂർത്തി അനുഗ്രഹം കൊടുക്കുന്നത്. ദക്ഷിണാമൂർത്തിയുടെ ക്ഷേത്രത്തിൽ പോയിട്ട് നിങ്ങൾക്ക് അവിടെ പ്രാർത്ഥിക്കുകയും ചെയ്താൽ, വളരെ ചുരുക്കം ക്ഷേത്രങ്ങളെ കേരളത്തിലുള്ളൂ. അവിടെ നിങ്ങൾക്ക് ആ കുട്ടിയെ ദക്ഷിണാമൂർത്തിക്ക് മുമ്പിലിരുത്തി വിദ്യ അഭ്യസിക്കുകയാണെങ്കിൽ അവൻ എന്തായാലും ഒരു നല്ല സ്ഥലത്ത് എത്തുന്നില്ല. മറ്റു ബുദ്ധി ഇല്ലാത്തവനെ ബുദ്ധി ഉണ്ടാക്കാൻ സാധിക്കില്ല. ബുദ്ധി വികസിപ്പിക്കുക ഇതൊക്കെ സാധിക്കും, അല്ലാതെ ബുദ്ധി ഇല്ലാത്തവനെ. കാരണം ഇത് അത്യാവശ്യം എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചെന്ന് അറിഞ്ഞാൽ, എൻ്റെ അടുത്തുള്ള ക്ഷേത്രം തിരൂർ ശങ്കരാചാര്യ ക്ഷേത്രം, അവിടെ ദക്ഷിണാമൂർത്തിയുണ്ട്. തിരൂർ ശങ്കരാചാര്യ ക്ഷേത്രത്തെ പറ്റി 2 വാക്ക് ഞാൻ നിങ്ങളോട് പറയുന്നത് വെച്ചാൽ, ശങ്കരാചാര്യ ക്ഷേത്രം തന്നെ വളരെ ചുരുക്ക കേരളത്തിലുള്ളൂ. അതിൽ ദക്ഷിണാമൂർത്തിയുള്ള ക്ഷേത്രങ്ങളും വളരെ ചുരുക്ക. ഈ തിരൂർ ശങ്കരാചാര്യ ക്ഷേത്രത്തിൽ ദക്ഷിണാമൂർത്തിയുണ്ട്. ഒരുപാട് ജോലിക്കാർ അതിൻ്റെ ചുറ്റുപാട്ടത്ത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരായിട്ടുണ്ട്. മാത്രമല്ല, ഈ യുക്തിക്ക് നിരക്കുന്നതാണെന്ന് നിങ്ങളെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇതിനെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്നുള്ളത്. ഈ ക്ഷേത്രത്തിൽ അധികാരിക്ക് 5 അധികാരമുള്ള കാലഘട്ടത്തിൽ, അധികാരിക്ക് 5 അധികാരം വെച്ചാൽ അന്ന് വില്ലേജ് മജിസ്ട്രേറ്റ്, ഗ്രാമ മുൻസിപ്പ്, അംശാധികാരി, പിന്നെ റൗണ്ട് കീപ്പർ, ഇന്നത്തെ ജാഥാസ് FIR, ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് എന്ന് അധികാരി കൊടുത്താൽ മാത്രമേ കേസാകും. അക്കാലഘട്ടത്തിൽ തിരൂർ ശങ്കരാചാര്യ ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ആളാണ് നരിപ്പറ്റ അംശാധികാരി. ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തുള്ള ആളാണ്. രണ്ടാമത് വന്നതും ആ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തുള്ള ആളാണ് അധികാരിയായിട്ട് വന്നത്. അപ്പോൾ ശങ്കരാചാര്യൻ്റെ അനുഗ്രഹം കൂടി ഇവർക്കുണ്ട്. അതുപോലെ തന്നെ ഈ അധികാരമുള്ള കാലമെല്ലാം പോയി പഞ്ചായത്ത് നിക്ഷിപ്തമായ കാലഘട്ടം വന്ന് പഞ്ചായത്തിനാണ് പിന്നെ വരുന്നത്. അധികാരിക്ക് പിന്നെ വലിയ അധികാരമൊന്നുമില്ല. പിന്നെ പഞ്ചായത്തിന് ആ പഞ്ചായത്തിൽ അധികാരമുള്ള കാലത്തും ഈ തിരൂർ ശങ്കരാചാര്യ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരാളാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ. നരിപ്പറ്റ പഞ്ചായത്തിൽ ആദ്യത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറാണ് അയാൾ. ഈ നരിപ്പറ്റ പഞ്ചായത്തിൽ മാത്രമല്ല അയാളിത് എക്സിക്യൂട്ടീവ് പല പഞ്ചായത്തിലായി. പിന്നെ കുറേ കാലം കഴിഞ്ഞ് നരിപ്പറ്റ പഞ്ചായത്തിൽ അയാൾ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് വന്നത്. പക്ഷേ ഇവിടെ ജനിച്ച ഒരാൾ എക്സിക്യൂട്ടീവ് ഓഫീസർ പിന്നെ പല ആൾ ഈ ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ആളാണ്. അത്രയും ഒരുപാട് ജോലിക്കാരും ഗവൺമെൻറ് ജോലിക്കാരും ആ പ്രദേശത്തുണ്ട്. ഇതെല്ലാം തന്നെ ഇന്നും അവിടെ പ്രാർത്ഥിച്ചാൽ അതിൻ്റെ ഗുണം കിട്ടുന്ന സ്ഥലമാണ്. പിന്നെ അവിടെ 2 ക്ഷേത്രത്തെ പറ്റി വളരെയധികം പറയാറുണ്ട്. 2 ദ്വാരകാപാലകന്മാർ ഉണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ. അവരെന്താ ചിന്തിക്കുന്നുണ്ട് ഇതുവരെ ആർക്കും പറയാൻ സാധിച്ചില്ല. ഇത്രയും ബുദ്ധിയുള്ളവർക്ക് മാത്രമേ പറയാൻ സാധിക്കൂ. അത് 2 വാക്ക് പറഞ്ഞത് ഞാൻ ഈ ദക്ഷിണാമൂർത്തിയെ പറ്റിയാണ്. തെക്കോട്ട് ദർശനമായിട്ടാണ് ദക്ഷിണാമൂർത്തി നിൽക്കുന്നത്. അവിടെ പോയി പ്രാർത്ഥിച്ചാൽ എല്ലാവർക്കും ബുദ്ധി ഒക്കെ കിട്ടും.
ബുദ്ധിയുണ്ടെങ്കിൽ ബുദ്ധിക്ക് വികസിപ്പിക്കാം. മറ്റേ ബുദ്ധി ഇല്ലാതെ ബുദ്ധി ഉണ്ടാക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അത്തരം ക്ഷേത്രങ്ങൾ എവിടെയെങ്കിലും ഉണ്ടാകും. കേരളത്തിൽ പല സ്ഥലത്തും ദക്ഷിണാമൂർത്തിൻ്റെ ക്ഷേത്രങ്ങൾ ഉണ്ടാവില്ല. ഇപ്പോൾ ഉപദേവതയായിട്ടാണെങ്കിലും ഉണ്ടാകും ചില സ്ഥലത്ത്. വളരെ ചുരുക്കമാണ് ദക്ഷിണാമൂർത്തിൻ്റെ ക്ഷേത്രങ്ങൾ. ആ ദക്ഷിണാമൂർത്തിനെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ വിദ്യ പഠിക്കുവാനും നല്ല ആത്മശക്തി ഉണ്ടാവാനും ബുദ്ധിശക്തി ഉണ്ടാവാനും നിങ്ങളുടെ ബുദ്ധി വികസിപ്പിക്കുവാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ പിന്നെ അതുപോലെ നല്ല ഗുരുവിനെ കിട്ടി അവിടുന്ന് വിദ്യാഭ്യാസം ചെയ്താലും ഇത് കിട്ടും, നല്ല ബുദ്ധി കിട്ടും, നല്ല ആത്മശക്തിയൊക്കെ കിട്ടും. ഇത് ശരിയായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ദക്ഷിണാമൂർത്തിയെ എല്ലാവരും കുട്ടികളും വന്ദിച്ച് നിങ്ങളുടെ ബുദ്ധി വികസിപ്പിക്കുവാനും ആത്മശക്തി ഉണ്ടാക്കുവാൻ സാധിക്കും. പ്രിയ പ്രേക്ഷകരെ, വീഡിയോ അവസാനിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.